പിന്നെ മലക്കൾ എന്ത് ചെയ്യും? അവന്റെ ഇടതു ഭാഗത്തോടി മലക്കുകൾ പ്രവേശിക്കാൻ വരികയാണ്. അവൻ സാധുക്കൾക്ക് വേണ്ടി മാറ്റിവെച്ച സകാത്തിന്റെ വിഹിതമുണ്ടല്ലോ, ആ സകാത്ത് വിളിച്ചു പറയും അത്രേ, മാ ഖിബലി മദ്ഖൽ, എന്റെ ഭാഗത്തോടി, ഞങ്ങളുടെ ഭാഗത്തുകൂടി ഈ മനുഷ്യനെ ചോദിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇവൻ ദുനിയാവിൽ അവന്റെ സാമ്പത്തികമായ ഹക്ക് നിറവേറ്റിയവനാണ്. ദുനിയാവിൽ അവന്റെ സമ്പത്തിന്റെ ഒരു ഭാഗം അവൻ നിറവേറ്റിയവനാണ്, സക്കാത്ത് കൊടുത്തവനാണ്. അതുകൊണ്ട് അവനെ ശിക്ഷിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല, ഇതിലേക്ക് വരാനും ഞങ്ങൾ സമ്മതിക്കൂല. പിന്നെ മലക്കൾ എങ്ങോട്ട് പോകും? കാലിന്റെ ഭാഗത്തേക്ക് പോകും. മുകളിൽ പറ്റൂല, വലത് പറ്റൂല, ഇടത് പറ്റൂല, തലയുടെ ഭാഗത്തൊന്നും പറ്റൂല. പിന്നെ എങ്ങോട്ടാ പോവാ? കാലിന്റെ ഭാഗത്തേക്ക്. അവന്റെ കാലിന്റെ ഭാഗത്തുകൂടി വരാൻ ശ്രമിക്കുമ്പോ ആ കാലിന്റെ ഭാഗത്ത് കൂടിക്കിടക്കുന്ന നന്മകൾ ഏതെല്ലാമാണ്? ഫിഅലുൽ ഖൈറാത്തി വൽ ഇഹ്സാനി വൽ മഅറൂഫി വസ്സിലാ. ഈ നന്മകൾ അവൻ കുടുംബ ബന്ധം ചേർത്ത നന്മകൾ, സാധുക്കളുടെ കണ്ണുനീരൊപ്പിയ നന്മകൾ, പാവപ്പെട്ടവർക്ക് അത്താണിയും അശരണർക്ക് ആലംബഹീനർക്ക് ആശ്വാസ കേന്ദ്രവുമായ ഈ മനുഷ്യൻ, ഈ നന്മകൾ മുഴുവനും ഇവന്റെ കാലിന്റെ ഭാഗത്ത് കൂടി കിടക്കുകയാണ്. ആ നന്മകൾ വിളിച്ചു പറയുകയാണ്, മാ ഖിബലി മദ്ഖൽ, ഞങ്ങളുടെ ഭാഗത്തുകൂടെ ഈ മനുഷ്യനെ ചോദിക്കാൻ അനുവദിക്കുകയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഈ മനുഷ്യനെ വേദനിപ്പിക്കുവാനോ ശിക്ഷിക്കുവാനോ ഞങ്ങൾ സമ്മതിക്കുകയില്ല. എന്ത് സുഖം, ഇത്ര ഒരു നന്മ ചെയ്തിട്ട് മരിച്ചുപോയാൽ എന്ത് സുഖം. അള്ളാഹു അങ്ങനെ മരിക്കാൻ തൗഫീഖ് തരട്ടെ, അങ്ങനെ നന്മകൾ ചെയ്ത് മരിക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ ദൂരെ മാറി നിന്നിട്ട് മലക്കുകൾ ചോദിക്കും അത്രേ. അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഞങ്ങൾ വന്നതാണ്. ഓരോ ദാസന്മാരെ ഞങ്ങൾ ചോദിക്കേണ്ട ബാധ്യത ഞങ്ങളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് ഞങ്ങൾ ഒന്ന് ചോദിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തോട് ഇരിക്കാൻ പറയും, ഒന്ന് എഴുന്നേക്കണം, ഒന്ന് ഇരിക്കണം. എന്നിട്ട് ചോദിക്കും വളരെ ലളിതമായ ശൈലിയിൽ, വളരെ വേഗത്തിൽ, ആരാണ് റബ്ബ്, ആരാണ് നബി, ഏതാണ് ദീന്, അതൊക്കെ വളരെ വളരെ ലളിതമായ രീതിയിൽ ചോദിക്കും. എല്ലാത്തിനും അദ്ദേഹം മറുപടി പറയും. എല്ലാത്തിനും അദ്ദേഹം മറുപടി പറയുമ്പോ മലക്കുകൾ വിളിച്ചു പറയും, ഈ പരിശുദ്ധമായ വചനങ്ങളോടെയാണ് നീ ജീവിച്ചത്, ആ പരിശുദ്ധമായ വചനങ്ങളോടെയാണ് നീ മരിച്ചത്. ഇനി ഇതേ അവസ്ഥയിൽ തന്നെയായിരിക്കും നീ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഉയർന്നു വരിക. അതുകൊണ്ട് ഇനി നിന്നെ ശിക്ഷിക്കാൻ ഞങ്ങളില്ല. നീ ഉറങ്ങണേ, സ്വസ്ഥമായി ഉറങ്ങണേ. പുതുമണവാളനും മണവാട്ടിയും ഉറങ്ങുന്നത് പോലെ ഈ മണ്ണറയ്ക്കുള്ളിൽ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദിവസം വരെ ഈ മണ്ണറയിൽ നീ ഉറങ്ങണേ. മലക്കളുടെ പരിപാടിക്ക് പോകും. പിന്നെ ആള് നല്ല ഉറക്കാണ്, ഒന്നും അറിയുന്നില്ല, പിന്നെ ഒന്നും അറിയില്ല. ഈ നന്മകൾ മുഴുവനും ആ ഖബറിലേക്ക് എത്തുകയാണ്. വെറുതെയാണോ നിസ്കരിക്കുന്നത്? ഇപ്പൊ നിസ്കാരം ഇല്ലാത്തവൻ എവിടേക്കാ പോവാ? നോമ്പെടുക്കാത്തവൻ എവിടേക്കാ പോവാ? സക്കാത്ത് കൊടുക്കാത്തവൻ എവിടേക്കാ പോവാ? കുടുംബ ബന്ധം മുറിച്ചവൻ എവിടേക്കാ പോവുക? കുടുംബ ബന്ധം മുറിച്ചിട്ട് മിണ്ടാവലി ഇബാദത്തും ഒക്കെ ആയിട്ട് നടക്കും, അവർക്കും ഒരു ഗുണമില്ല. കുടുംബ ബന്ധം മുറിച്ചിട്ട് ഇബാദത്തും ഒന്നുമില്ല, ഇബാദത്തുമായി കഴിഞ്ഞുകൂടുന്നവർ സ്വന്തക്കാരെയും ബന്ധക്കാരെയും അവഗണിച്ചുകൊണ്ട്, അവരെ കണ്ടാൽ ചിരിക്കാതെ സംസാരിക്കാതെ, നമ്മൾ മരണപ്പെടാൻ തയ്യാറാണ്. ഞാൻ മരിച്ചാലും, ചില ആളുകളുടെ വാശിയാണ്, ഞാൻ മരിച്ചാലും എന്റെ മയ്യത്തവനെ കാണിക്കരുത്. എത്ര വലിയ കടുപ്പ വാക്കുകളാണ്, എത്ര വലിയ കടുപ്പത്തിന്റെ വാക്കുകളാണ്. അഊദുബില്ലാഹി, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ഒരു വാക്ക് പറയാൻ പാടുണ്ടോ? ഞാൻ മരിച്ചാലും എന്റെ മയ്യത്തവനെ കാണിക്കരുതെന്ന് പറയാൻ ആർക്കാണ് അവകാശം? ആർക്കാണ് അവകാശം? എന്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എത്ര വലിയ നന്മകൾ ചെയ്താലും മിണ്ടാതെ നമ്മൾ മരണപ്പെട്ടു പോയാൽ ആ ഖബറിൽ നമുക്കൊരു ഗുണം ഉണ്ടാവുകയില്ല. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മഹ്ശറിലേക്ക്, മണ്ണറ മുതൽ മഹ്ശറ വരെ എന്നൊക്കെ പറയുമ്പോഴേ, മഹ്ശറിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് കുറച്ച് പണിയുണ്ട്.
ആ പണിയൊക്കെ തീർത്തിട്ട് പോയാൽ സന്തോഷമായിട്ട് മലക്കുകൾ വരും, ബെൻസുമായിട്ട് വരും. ഉയർത്തെഴുന്നേപ്പിന്റെ ദിവസം അതിലേക്ക് കയറ്റിയിട്ട് നേരെ അങ്ങോട്ട് കൊണ്ടുപോകും. അതില്ല എങ്കിൽ ചങ്ങലകളും കുന്തങ്ങളും ആയുധങ്ങളുമായി മലക്കൾ വരും. നമ്മളെ ഇടങ്ങറാക്കി കുത്തി വലിച്ച് കീറി വേദനിപ്പിച്ചു കൊണ്ടുപോകും. രണ്ട് പല കോലങ്ങളാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മദീന പള്ളിയിൽ ഇരിക്കുന്ന സമയത്ത് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹു ഓടി വരികയാണ്. അല്ലാഹുവിന്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരായത്ത് ഇറങ്ങിയിട്ടുണ്ട്. ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വെച്ചിരിക്കുന്നത് എടുക്കാനുള്ള പ്ലാനാണോ? ബക്കറ്റ് എടുത്ത് ഇനിയിപ്പോൾ ഉസ്താദിന് പറഞ്ഞില്ല എന്ന് വേണ്ട, വേണമെങ്കിൽ ഒന്ന് എടുത്തു. ആളിലൊക്കെ ചിലപ്പോൾ എഴുന്നേറ്റൊക്കെ പോകുമ്പോൾ ഇവർക്കൊരു മനസ്സിനകത്ത് ടെൻഷനാണ്. ഇസ്മായിൽ ജബ്ബാർ സാഹിബ് അല്ലേ ഉണ്ട്, ഇവിടെ മുതൽ ബക്കറ്റ് ഇങ്ങനെ കറക്കി അവിടെ വരെ കൊണ്ടുവച്ചു. സംഭവം എങ്ങനെയാണത് പറയിപ്പിക്കാൻ അറിയിക്കാൻ വേണ്ടി എന്തായാലും ഒന്ന് എടുത്തോ. ഇൻഷാ അല്ലാഹ് നമ്മള് നല്ല നിയത്തോടു കൂടി എല്ലാവരും ഈ പറഞ്ഞതുപോലെ ഖബറിന്റെ ശാന്തിയും സമാധാനം. എന്റെ കയ്യിൽ പൈസ ഞാൻ സാധാരണ എടുത്ത് വെക്കുന്നതാണ്, മറന്നുപോയി. ഒരു 100 രൂപ ഇട്ടോളി. നമ്മുടെ കാതറിച്ചാൽ 100 രൂപയുടെ പോക്കറ്റ് എടുത്തില്ല, എല്ലാ വണ്ടിയിലാണ്. അല്ലെങ്കിൽ നിങ്ങളെല്ലാരും ഈ വാളിന് വരുമ്പോൾ പേസ് മാറ്റി വെച്ചിട്ടേ വരുള്ളല്ലോ അല്ലേ? എല്ലാവരും ഈ പേസ് മാറ്റി വെച്ചിട്ടേ വരുള്ളൂ അല്ലേ? സുഹൃത്തുക്കളെ, കാര്യമായി നമ്മൾ നല്ല നിയത്തോടെ ഈ 10 രൂപ 20 രൂപയുടെ അല്ലേ ദയവിച്ച് പ്ലീസ്. ഒരു 100 രൂപ ഇടാൻ നിങ്ങൾക്ക് കപ്പാസിറ്റി ഇല്ലെങ്കിൽ നിങ്ങൾ ഇടണ്ട. ഇൻഷാ അല്ലാഹ് ഏറ്റവും കുറഞ്ഞൊരു 100 രൂപ എങ്കിൽ നമ്മൾ ഇടണ്ടേ. എന്താ ഈ 10 രൂപ 20 രൂപ ആർക്ക് വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ഒരു മയ്യത്ത് പൊതിയാൻ വേണ്ടി വില കുറഞ്ഞ തുണി വാങ്ങാൻ നിങ്ങളുടെ മക്കൾ വന്നാൽ നിങ്ങൾ തയ്യാറാകുമോ? നിങ്ങൾ സമ്മതിക്കോ? വില കുറഞ്ഞ തുണി വാങ്ങാൻ, ഒരു മയ്യത്ത് പൊതിയാൻ? വാപ്പ മരിക്കുന്ന സമയത്ത് ഏറ്റവും നല്ല തുണിയും നല്ല അത്ര നല്ല നിലയിൽ വേണം നടക്കാൻ. വില കൂടിയ വസ്തുക്കളെ കൊണ്ടായിരിക്കും, എല്ലാം കൊണ്ടും. അതൊരു ദീനിന്റെ കാര്യം, ഒരു നല്ല കാര്യം, ഒരു നല്ല ഉദ്ദേശം, ഖബറിന്റെ നന്മയ്ക്ക്. ഇത്രയും നമ്മളിപ്പോ പറയുന്നതല്ലേ, ഖബറിന്റെ നന്മയ്ക്ക് വേണ്ടി നമ്മൾ പറയുമ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ആ ഒരു നിയ്യത്തോടു കൂടി തന്നെയായിരിക്കണം. അൽഹംദുലില്ലാഹ് 3333 രൂപ ഒരു സഹോദരൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ നിയ്യത്ത് ഖബൂലാക്കി കൊടുക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. എല്ലാ വിഷമങ്ങളെയും പ്രയാസങ്ങളെയും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം ഏതൊരു ഉദ്ദേശമാണോ ഈ സദഖ കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലാഹു ആ സദഖ പരിപൂർണതയിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ആരെങ്കിലും ഈ നല്ല നിയ്യത്തിന് വേണ്ടി സദഖകൾ ചെയ്യുമ്പോൾ ഇൻഷാ അല്ലാഹ്, ഞാൻ പ്രസംഗം നിർത്തിയിട്ടില്ല കേട്ടോ, പ്രസംഗം നിർത്തിയിട്ടില്ല. അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ ഈ ബക്കറ്റ് വിരിവ് ഇടയ്ക്ക് വരുമ്പോൾ, ഞാനിപ്പോ ഇനി അടുത്ത് പറയാൻ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖബറിൽ നിന്ന് ഇങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന രംഗങ്ങളാണ്. മണ്ണറ മുതൽ മഹ്ശറ വരെ എന്നൊക്കെ പറയുമ്പോൾ ഇനിയിപ്പോൾ അതാണല്ലോ, മണ്ണറ മാത്രം കൊണ്ട് നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. മണ്ണറ മുതൽ മഹ്ശർ വരെ അതിലിട്ടോ വെച്ചാൽ ഞാൻ ദ്വാരക്കാം, അതിലിട്ടോ. 1000 രൂപ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ പടച്ചവനെ നീ ഖബൂലാക്കണേ. അല്ലാഹുവേ നീ ദീർഘായുസ്സ് കൊടുക്കണേ. റഹ്മാനെ നീ ആഫിയത്ത് നിലനിർത്തണേ. അല്ലാഹുവേ ആരോഗ്യം നിലനിർത്തണേ. പടച്ചവനെ ഇബാദത്തുകളിൽ നീ ആനന്ദം നൽകണേ. അല്ലാഹുവേ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, അൽഹംദുലില്ലാഹ് നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി ഞാൻ പ്രസംഗം നിർത്തിയിട്ടില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 10 മിനിറ്റ് നിങ്ങൾ പിരിച്ചാലും ചോദിച്ചാലും ഞാൻ കുറച്ചുകൂടെ പറയും. നല്ലതുപോലെ പറയണം എന്നുള്ളത് നമ്മുടെ നിയത്താണ്. ഇപ്പൊ അവര് പറയുമ്പോൾ സംഘാടകർ ഇപ്പൊ അവരുടെ ജോലിക്കാരനും തൊഴിലാളിയായിട്ട് വന്നല്ലേ നമ്മള്. അപ്പൊ മുതലാളി പറയുമ്പോൾ നമ്മൾ കേൾക്കാതിരിക്കാൻ പറ്റൂലല്ലോ. പ്രസംഗ തൊഴിലാളികളാണ് ഞങ്ങള്. അപ്പൊ ഞങ്ങളിങ്ങനെ വരുമ്പോ ഞങ്ങളോട് പിരിക്കണമെന്നൊക്കെ പറഞ്ഞാൽ പിരിച്ചേ പറ്റുള്ളൂ. ലേലം വിളിക്കണം എന്ന് പറഞ്ഞാൽ ലേലം വിളിച്ചേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പൊ വലിയ പ്രശ്നങ്ങളാണ്. ഭൂരി പിടിച്ച് പെട്ടെന്ന് പോകാൻ പറ്റില്ല. കാസർഗോഡ് നമ്മുടെ നാട് വരെ പോകണമെങ്കിൽ 600 കിലോമീറ്ററാണ്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പാസ്പോർട്ട് ഇഖാമ എല്ലാം അവരുടെ കയ്യിലാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇൻഷാ അല്ലാഹ്, അതുകൊണ്ട് നമുക്ക് ഇൽമു പറയാന്നുള്ളത് നമ്മുടെ ഹക്ക്, നമ്മുടെ ദഅവത്തിൽപ്പെട്ട കാര്യമാണ് ഇൻഷാ അല്ലാഹ്. അപ്പൊ അത് നമ്മൾ കുറച്ചുകൂടെ പറയും. നമ്മള് മണ്ണറ മുതൽ മഹ്ശറ വരെ, മഹ്ശറയിലേക്ക് നമ്മൾ പോയിട്ടില്ല. ഇപ്പൊ ഖബറിൽ കിടന്നിങ്ങനെ കറങ്ങാണ്. കുറെ കാര്യങ്ങളോട് അവിടെ പറയാനുണ്ട്. ചുമ്മാ കൊണ്ടങ്ങ് മഹ്ശറയിൽ കൊണ്ടു നിർത്താൻ പറ്റുമോ? വെറുതെ അങ്ങോട്ട് മഹ്ശറ കൊണ്ടിടാൻ പറ്റുമോ ഹബീബേ? ഇന്ന് അങ്ങോട്ട് അടക്കിയിട്ട് നാളെ മഹ്ശറ കൊണ്ടിടാൻ പറ്റുമോ? ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഉസ്താദേ? കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അല്ല പെട്ടെന്ന് അങ്ങനെ മഹ്ശറയിൽ കൊണ്ടുപോയാൽ ശരിയാവൂല. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദന്മാർക്കൊക്കെ പോകാം. സുഖമില്ലാത്തവരും ഷുഗർ പ്രഷറുകാരൊക്കെ ഉണ്ട്. അല്ലാഹു തആല എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കട്ടെ. എല്ലാം വയസ്സായ ഉസ്താദന്മാർ, അത് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു സന്തോഷവും ഒരു റാഹത്ത് ഉണ്ട്. അൽഹംദുലില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ.
അപ്പൊ അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഈ പരിപാടി, നമ്മുടെ ഇതിന്റെ സംഘാടകർ അൽഹംദുലില്ലാ 10ാമത്തെ വർഷം തിൽക അശറത്തുൻ കാമില, 10ാമത്തെ വർഷം അൽഹംദുലില്ലാ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുകയാണ്. ഇതിൽ ഒരുപാട് പാവപ്പെട്ടവരെ സഹായിക്കാൻ വേണ്ടിയുള്ള നിയത്തുമൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബഹുമാനികളായ നിങ്ങളിൽപ്പെട്ട നല്ലവരായ സഹോദരങ്ങൾ ഒരു 3000 രൂപ കൊടുക്കാറുണ്ട്. ഒരു 3333 ഒരു നല്ലൊരു നിയത്താണ്. ഒരു 4444 ഹബീബായ റസൂലുള്ളാഹി തങ്ങളുടെ പേർക്കുള്ള ആ ഒരു നല്ല നിയത്താണ്. മോനെ, ഈ പിരിക്കുന്ന സമയത്ത് നീ ആ ലൈവ് ഒന്ന് ഓഫാക്കിയിട്. ഇവിടെ നമ്മൾ കിടന്ന് പിരിക്കുമ്പോ സ്ത്രീകളുടെ ഭാഗം എന്താണ് സഹോദരങ്ങളെ, ഞാൻ ദുആ ചെയ്യാം. അല്ലാഹുവേ, നീ ഖബൂലാക്കണേ പടച്ചവനെ. അൽഹംദുലില്ലാ 3000 രൂപ മാഷാ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. അല്ലാഹുവേ, പടച്ചവനെ, കരുണയുള്ള നാഥാ, റഹ്മാനായ അല്ലാഹ്, ആ സഹോദരന്മാരുടെ ഉദ്ദേശങ്ങളെ നിറവേറ്റി കൊടുക്കണേ പടച്ചവനെ. വിഷമങ്ങളെ മാറ്റിക്കൊടുക്കണേ അല്ലാഹുവേ. പ്രയാസങ്ങളെ ദൂരീകരിക്കണേ റബ്ബേ. രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹ്. ഖബറിൽ ശാന്തിയും സമാധാനവും നൽകണേ റബ്ബേ. ഭർത്താവിന് സുഖമില്ല, ദുആ ചെയ്യാൻ 1111 നാദാ. ഷാഫിയായ അല്ലാഹ്, വാഫിയായ അല്ലാഹ്, മുആഫിയായ അല്ലാഹ്, ആ സഹോദരന്റെ ശാരീരികമായ മാനസികമായ രോഗങ്ങളെ പരിപൂർണമായി നീ ശിഫയാക്കണേ അല്ലാഹുവേ. ഈമാനോടെ മരണസമയത്ത് മരിക്കാൻ ഒരു സഹോദരൻ 2222 രൂപ. അവർ കേട്ടപ്പോ ആ സഹോദരനെങ്കിലും ഒരു മാറ്റം ഉണ്ടായി. സഹോദരിയാണോ? ആ സഹോദരനൊന്നുമില്ല, സഹോദരിയൊന്നുമില്ല. അതാ പോട്ടെ. അൽഹംദുലില്ലാ, സഹോദരി ആയിക്കോട്ടെ. നല്ല നിയ്യത്ത്, മാഷാ അല്ലാഹ്. അതെന്തൊരു വലിയ മനസ്സാന്നറിയോ. ദുനിയാവും വേണ്ട, ഒന്നും വേണ്ട, മരിക്കുമ്പോ ഈമാനോടെ മരിച്ചാൽ മതിയല്ലോ. ഈമാനോടെ മരിച്ചാൽ ഇതെല്ലാടെ കിട്ടുമല്ലോ. ഖബറിലേക്ക് അങ്ങ് കിട്ടുന്ന സാധനമാണല്ലോ ഇതെല്ലാം. വ്യക്തമായ ഖുർആന്റെ ആയത്ത് ഇറങ്ങിയപ്പോ ഇന്ന യൗമൽ ഫസ്ലി കാന മീഖാതാ يوم ينفخ في الصور فتأتون أفواجا وفتحت السماء فكانت أبوابا وسيرت الجبال فكانت سرابا إن جهنم كانت مرصادا للطاغين مآبا لابثين فيها عقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا. നാളെ മഹ്ശറയിലെ വിചാരണയെ ആഗ്രഹിക്കാത്തവർ, നാളെ മഹ്ശറയിൽ ഒരു വിചാരണയുണ്ടെന്ന് പോലും ചിന്തിക്കാത്തവർ, നാളെ മഹ്ശറ വൻസഭയിൽ അവന്റെ തലയ്ക്ക് മീതെ ഗർജിച്ചു നിൽക്കുന്ന സൂര്യന്റെ കാഹളം, ആ സൂര്യന്റെ ചൂട്, അതിലൂടെ മുങ്ങിത്താഴുന്ന മനുഷ്യന്റെ ആ ദയനീയമായ അവസ്ഥകളെ നാളത്തെ ദിവസത്തെ ചിന്തിക്കാത്തവനും വിശ്വസിക്കാത്തവർക്കും അവർക്കുള്ള ആയത്തുകളാണ് ഇത്രയും അല്ലാഹു നമ്മെ പഠിപ്പിച്ചത്. ഇന്ന യൗമൽ ഫസ്ൽ കാന മീഖാതാ. ആ ഒരു മഹ്ശറ എന്ന് പറയുന്ന മഹാസമ്മേളനം അത് സംഭവമാണ്, അത് യാഥാർത്ഥ്യമാണ്, അത് നിശ്ചിതമാണ്, അത് പടച്ചവന്റെ തീരുമാനമാണ്. യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. സൂറന്ന കാഹളത്തിലൂടെ ഊത്തൂതപ്പെടുമ്പോ മലക്കു ഇസ്രാഫീൽ
അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ഭയാനകത നിറഞ്ഞ ഊത്തിന്റെ ശബ്ദം കേൾക്കുമ്പോ 6 അടി മണ്ണിന്റെ ഇരുണ്ട തുരുത്തിൽ കിടക്കുന്നവരെല്ലാം കൂട്ടം കൂട്ടമായി എഴുന്നേറ്റ് വരികയാണ്, കൂട്ടത്തോടെ എഴുന്നേൽക്കുകയാണ്. ഈ ആയത്തിറങ്ങിയപ്പോ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ഓടുകയാണ്, ഓടി വരികയാണ്. എവിടേക്ക്? ഇലാ ഹദറത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദറത്തിലേക്ക് വരികയാണ്. ഹബീബായ തങ്ങളുടെ ഹദറത്തിൽ വന്നിട്ട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ബിർനീ അൻ ഹാദിഹിൽ ആയാ യൗമ യുൻഫഖു ഫിസ്സൂർ ഫതഅതൂന അഫ്വാജാ. സൂറെന്ന കാഹളത്തിൽ ഓതപ്പെടുമ്പോ കൂട്ടം കൂട്ടമായി ജനങ്ങളെ അള്ളാഹുവിന്റെ കോടതിയിലേക്ക് കൊണ്ടുവരപ്പെടുമെന്ന് അള്ളാഹു ഈ ആയത്തിറക്കിയിരിക്കെ നബിയേ, അതിന്റെ അർത്ഥമൊന്ന് അറിയിച്ചു തരുമോ? അതിന്റെ യാഥാർത്ഥ്യമൊന്ന് പറയുമോ? അതിന്റെ മാന എന്താണ്? അതിന്റെ വ്യാഖ്യാനം എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബുഖാൻ ശദീദാ ഹത്താ ബതല്ലത് ലഹിയതുഹു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ഈ ആയത്തിന്റെ അർത്ഥം അറിയാൻ വന്ന മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനെ നോക്കിക്കൊണ്ട് ഹബീബായ തങ്ങൾ പൊട്ടിക്കരയുകയാണ്. നിർത്താത്ത കരച്ചിലാണ്, കണ്ണുനീരുകൊണ്ട് ശരീരം കുതിരുകയാണ്, വസ്ത്രം കുതിരുകയാണ്. തന്റെ മുബാറക്കായ ദാടി രോമങ്ങളിലൂടെ താഴേക്ക് ഇറ്റിറ്റ് വീഴുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വിങ്ങിപ്പൊട്ടി കരയുകയാണ്. ഈ ആയത്തിന്റെ അർത്ഥം കേട്ടുകൊണ്ട് കരയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ കരഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബലിനോട് പറയുകയാണ്, യാ മുആദ്, സഅൽത അൻ അംറിൻ അളീം, നീ ചോദിച്ചതൊരു വല്ലാത്ത ചോദ്യമാണ് മുആദ്, നീ ചോദിച്ചതൊരു വല്ലാത്ത ചോദ്യമാണ് മുആദ്. അതേ മുആദേ, എന്റെ ഉമ്മത്തികളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് 12 കോലങ്ങളിലാണ്, 12 വിഭാഗങ്ങളായിട്ടാണ്. ഓരോ വിഭാഗങ്ങളും പല പല കോലത്തിലാണ് മുആദ്, പല കോലത്തിലാണ് മുആദ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ ആ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നതിന്റെ കോലത്തെ ഓർത്തിട്ടാണ് ഹബീബായ തങ്ങൾ കരഞ്ഞത്. റസൂൽ കരഞ്ഞുപോയി. 12 ഭാഗങ്ങളായി, വിഭാഗങ്ങളായി മണ്ണറയിൽ നിന്ന് മഹ്ശറയിലേക്ക് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുകയാണ്. പന്നിയുടെ കോലത്തിലുള്ള രൂപമാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ടത്. യുബഅസൂന ഫീ ഖുബൂരിഹിം, ഒരു കൂട്ടരെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഫീ സൂറത്തിൽ ഖനാസീർ, പന്നികളുടെ കോലത്തിലാണ്, പന്നികളുടെ രൂപത്തിലാണ്. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. പന്നികളുടെ കോലത്തിൽ ഒരു വിഭാഗം ആളുകളെ ഖബറുകളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ചോദിക്കുകയാണ്, നബിയേ, നബിയേ, അതിനുള്ള കാരണം എന്താണ് യാ റസൂലല്ലാഹ്? അതിനുള്ള കാരണം എന്താണ് യാ ഹബീബല്ലാഹ്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യാത്ത തലകളാണ്, അവരുടെ കോലം മറിക്കപ്പെടുകയാണ്, അവരുടെ മുഖത്തിന്റെ പാപം മാറ്റപ്പെടുകയാണ്. പടച്ച തമ്പുരാന് വേണ്ടി സുജൂദ് ചെയ്യാൻ വിളിക്കപ്പെടുമ്പോ, യുവാക്കളെ, യുവതികളെ, നമസ്കാരത്തിൽ നിന്ന് ശ്രദ്ധരായിക്കൊണ്ട് ദുനിയാവിൽ കഴിഞ്ഞുകൂടുമ്പോ നാളെ മഹ്ശറാവൻ സഭയിലേക്ക് നിന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ച് കൊണ്ടുവരുന്നത് ഫീ സൂറത്തിൽ ഖനാസീർ, പന്നികളുടെ രൂപത്തിലാണ്, പന്നികളുടെ കോലത്തിലാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. കോലം മറിക്കപ്പെടുന്നതിൽ നിന്ന് അല്ലാഹുവേ നീ ഞങ്ങളെ കാക്കണേ നാഥാ. നാളെ
മഹ്ശറയിലേക്ക് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോ ഇവിടെ നമ്മുടെ മയ്യത്തടക്കുന്ന സമയത്ത് നല്ല അവസ്ഥയിലാണ് മയ്യത്തടക്കുക. മൂക്കില് പഞ്ഞി വെച്ച് താടി കൂട്ടിക്കെട്ടി കർപ്പൂരവും സുഗന്ധദ്രവ്യങ്ങളും പൂശിക്കൊണ്ട് സന്തോഷത്തോടെ കബറിലേക്ക് ഇറക്കി വെക്കുന്ന മയ്യത്ത് അത് നാളെ ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ ഉയർന്നു വരുന്നത് പന്നികളുടെ കോലത്തിലാണ്. അല്ലാഹ് അതിനുള്ള കാരണം എന്താണ്? ഹബീബായ തങ്ങളെ ഓർത്തുകൊണ്ടാണ് കരഞ്ഞുപോയത്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അവരുടെ തല അല്ലാഹ്ക്കു വേണ്ടി കുനിക്കാത്തവരത്രേ. സുജൂദ് ചെയ്യൂല. നമ്മളെയൊക്കെ ആരെങ്കിലും പന്നീന്ന് വിളിച്ചാൽ നമുക്ക് ഇഷ്ടപ്പെടുമോ? ഖിൻസീർ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെടുമോ? അറബികളെ ഖിൻസീർ, കൽബ്, പട്ടി എന്നൊക്കെ വിളിക്കുന്ന രംഗം നാലിച്ച് അറബികൾ കൽബ്, ഹിമാർ എന്നൊക്കെ വിളിക്കാറില്ലേ? അതേപോലെ ഖിൻസീർ, പന്നിയുടെ കോലത്തിൽ എഴുന്നേറ്റ് ഒരു ഖബറിൽ ചിന്തിക്കാൻ പോലും കഴിയില്ല. അള്ളാഹ് നിഷിദ്ധമാക്കിയ സാധനമാണ്. തിന്നാനോ തൊടാനോ അതിനെ കാണുമ്പോൾ തന്നെ ഈ ഉമ്മത്തിനൊരു നികൃഷ്ടതയാണ്. അതിനെ കാണുമ്പോൾ തന്നെ പന്നി. ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് പന്നിക്കുന്നിലാണ്. ആ സ്ഥലത്തിന്റെ പേര് പന്നിക്കുന്നാണ്. പന്നി അപ്പൊ പേര് തന്നെ. എന്നിട്ട് അവർ ആ പേര് മറ്റേ ജബലുൻ നൂർ എന്നാക്കി. മാഷാ അല്ലാഹ്, ജബലുൻ നൂർ എന്നാക്കി, നല്ല പേരാക്കി, നൂറ് കൊണ്ട്. കാരണം അവിടെ മൊത്തം ഉൽമത്തായിരുന്നു, ഇരുട്ടായിരുന്നു. അപ്പൊ അങ്ങനെ പന്നികളൊക്കെ കയറി ഇറങ്ങുന്ന ഒരു കുന്നായിരിക്കാം. അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇപ്പൊ ജബലുൻ നൂറാക്കി. നൂറിന്റെ പർവ്വതം, പ്രകാശത്തിന്റെ പർവ്വതം. അവിടെയൊക്കെ മസ്ജിദും മദ്രസകളും ഒക്കെ വന്നപ്പോ അവിടെ വലിയ പ്രകാശമായി. അപ്പൊ പന്നിയുടെ കോലത്തിൽ ഉയർത്തെഴുന്നേൽപ്പിക്കും. നബിതങ്ങളുടെ ഉമ്മത്തുകളെ അങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്ന് ജിബ്രീൽ പറഞ്ഞത് കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് കരഞ്ഞുപോയത്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം മിഅ്റാജിന്റെ രാവിലെ കൊണ്ടുപോയപ്പോ ഒരു വിഭാഗം ആളുകളെ കാണിച്ചു കൊടുക്കുകയാണ്. നബിയേ, അവരിലേക്കൊന്ന് നോക്കണേ ഹബീബേ. ആരാണവർ? ഒരു വിഭാഗത്തിന്റെ അരികിലേക്ക് ഹബീബായ തങ്ങളെ കൊണ്ടുപോവുകയാണ്. അവരുടെ തല വലിയ പാറക്കല്ല് കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. വലിയ വലിയ പാറക്കല്ലുകൾ കൊണ്ട് എറിഞ്ഞു പൊട്ടിക്കുകയാണ്. അങ്ങനെ എറിഞ്ഞു പൊട്ടിക്കുകയാണ്. വീണ്ടും അതേപോലെ പഴയതുപോലെ രൂപപ്പെടുത്തുകയാണ്. പിന്നെയും എറിഞ്ഞു പൊട്ടിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അല്ലാഹുവിന്റെ പ്രവാചകനെ കാണിച്ചു കൊടുത്തപ്പോ നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, മൻ ഹൗലാ യാ ജിബ്രീൽ? ആരാണ് ജിബ്രീൽ ഈ കൂട്ടർ? ആരാണ് ജിബ്രീൽ ഈ കൂട്ടർ? ഹൗലായി മിൻ ഉമ്മത്തിക യാ റസൂലല്ലാഹ്. നബിയേ, ഇതവിടുത്തെ ഉമ്മത്തികളാണ് നബിയേ. ഹൗലായി الذين تتثاقلت رؤوسهم عن الصلاة. നമസ്കാരത്തിന് വേണ്ടി തലകുനിക്കാത്തവരാണ്. നമസ്കരിക്കാൻ വേണ്ടി തലകുനിക്കാത്തവരാണ്. തലകുനിക്കുമ്പോൾ അവരുടെ തലയിൽ ഒരു ഭാരക്കല്ല് പോലെ, ഒരു ഭാരം ഏറ്റിവെച്ചതുപോലെ വലിയ ഒരു ഭാരം അനുഭവപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു വിഭാഗത്തിന്റെ തലയാണ് അടിച്ചു പൊട്ടിക്കുന്നത്. വീണ്ടും അത് രൂപപ്പെടുത്തുകയാണ്. വീണ്ടും അടിച്ചു പൊട്ടിക്കുകയാണ്. എത്ര വർഷം അവൻ നമസ്കരിക്കാതിരുന്നിട്ടുണ്ടോ, എത്ര വഖ്ത് നമസ്കാരം അവൻ പാഴാക്കിയിട്ടുണ്ടോ, അതിന്റെ മുഴുവൻ ശിക്ഷകൾ തീരുന്നത് വരെ ഈ മനുഷ്യനെ നാളെ നരകത്തിലിട്ട് എറിഞ്ഞു പൊട്ടിക്കുന്ന രൂപമാണ് മിഅ്റാജിന്റെ രാവിൽ അല്ലാഹുവിന്റെ റസൂലിനെ ജിബ്രീൽ എന്ന മാലാഖ കാണിച്ചു കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കരഞ്ഞുപോയത്. നമസ്കാരമില്ലാത്ത എന്റെ ഉമ്മത്തികളെ ഖബറിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത്, മഹ്ശറയിലേക്ക് കൊണ്ടുപോകുന്നത് പന്നികളുടെ കോലത്തിലാണ്, പന്നികളുടെ രൂപത്തിലാണ്. നഊദു ബില്ലാഹ്. ഇനിയെങ്കിലും നിസ്കാരം നിലനിർത്തണം. ഇത്ര നാള് നമ്മൾ നമസ്കരിച്ചിട്ടില്ലെങ്കിൽ റബ്ബിന്റെ മുന്നിൽ പോയി പൊരുത്തം ചോദിക്കണം. എന്നിട്ട് നമുക്ക് കിട്ടുന്ന സമയങ്ങൾ നമ്മളത് ഖളാ വീട്ടണം, തൗബ ചെയ്ത് ഖളാ വീട്ടണം. ഇനി ഇല്ല പടച്ചവനെ, ഈ മുസ്ലിമായി എന്നെ നീ ജീവിപ്പിച്ചു, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. മരണപ്പെട്ടതിന് ശേഷം മുസ്ലിമായി തന്നെ ഈമാനോടുകൂടി നീ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കണേ അല്ലാഹ് എന്ന നല്ല നിയ്യത്തോടുകൂടി ഈ റജബിന്റെ മാസം മുതൽ ഇൻഷാ അല്ലാഹ് നമ്മൾ നമസ്കാരം നിലനിർത്താൻ ആരംഭിക്കണം, തുടങ്ങണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിസ്കാരം നിലനിർത്താതെ കണ്ട് നമ്മൾ എത്ര നമുക്ക് വേണ്ടി ആരും മയ്യത്ത് നിസ്കരിച്ചാലും ഒരു രക്ഷയില്ല ഹബീബേ. ഖബറിനകത്തടങ്ങ് അടിയൊന്നും ആരും അറിയുന്നില്ല. സംഭവം എല്ലാണ്ണവും കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ ചിരിച്ചിരിക്കും. നിസ്കാരം ഇല്ലാത്ത ചിരിച്ചു കിടക്കുന്ന കണ്ടോ? ഓന് നിസ്കാരം ഇല്ലെങ്കിലും
ഓൻ ചിരിച്ച മരിച്ചത്. മലക്കട കൊത്തുകൊണ്ട് കരഞ്ഞപ്പോ ഞാൻ ചിരിച്ചതുപോലെ ആയതാ, അല്ലാതെ ചിരിച്ചൊന്നും അല്ല. മലക്കൾ കൊളുത്തിട്ട് വലിച്ച സമയത്തെ ഇങ്ങനെ ആയിപ്പോയതാണ് സമയം, അല്ലാതെ ചിരിച്ചൊന്നുമല്ല. നിങ്ങൾ വിചാരിച്ചു ചിരിച്ചാണെന്ന്. അത് സ്കരിക്കാത്തവനെ ചിരിപ്പിച്ച് അള്ളാഹ് മരിപ്പിക്കുമോ? എന്താ ഈ പറയുന്ന പോലെ കാരമില്ലാത്തവനെ കാവറാണെന്ന ഹദീസിനകത്തുള്ളത്. പിന്നെ ഇവൻ എങ്ങനെ മരണം, ഇവന്റെ മരണം എങ്ങനെ? അത്രയും കാലം ഇവൻ ഈ ശിക്ഷ അനുഭവിച്ചതിന് ശേഷമേ അള്ളാഹ് ഇവനെ സ്വർഗത്തിൽ കയറ്റും. ഇത്രയും കാലം അനുഭവിക്കണം. പോലീസിന്റെ ഒരു അടി കൊള്ളാൻ കെപ്പില്ലാത്ത നമുക്ക് മലക്കട അടി കൊള്ളാൻ വല്ല കഴിവുണ്ടോ ഹബീബേ? അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. നിയത്ത് ചെയ്ത് റജബ് മാസമായി പള്ളിയിൽ കയറി സുബഹി മുതൽ ഇൻഷാ അല്ലാഹ് പള്ളിയുടെ സഫ് അധികരിപ്പിക്കണം. ഇല്ലെങ്കിൽ വാള് കൊണ്ടൊന്നും പുണ്ണിയില്ല. അള്ളാഹി സത്യം പുണ്ണിയില്ല. എന്തിനീ വാള്? നിസ്കാരമില്ല, ഇബാദത്തില്ല, സംഘാടകർക്ക് നിസ്കാരമില്ല, ഒന്നുമില്ല. വാള് കഴിഞ്ഞിട്ട് അവര് പോയി കിടന്നുറങ്ങും. വാള് പറയുന്ന മൊയ്ലിയാര് അതിനേക്കാളും ഉറക്കം. സുബഹിസ്കാരമില്ല, ഒന്നുമില്ല. പിന്നെ എന്തിനീ വാള്? വാളെന്തിനു സംഭവിച്ചത്? വാളിന്റെ സംഭവമാണ് ആയി കണ്ടത്. പിരിവ് ഇല്ലേ? അത് മാത്രമല്ല, സ്കരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് നാളെ മഹ്ശറിലേക്ക് പോകാൻ കഴിയില്ല. മഹ്ശറിലേക്ക് ഒരു വിഭാഗം ആളുകളെ കൊണ്ടുവരും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബത്ത് ചോദിക്കുകയാണ്, നബിയേ, എങ്ങനെയാണ് നിങ്ങളെ തിരിച്ചറിയുക? കോടാനുകോടി ജനങ്ങളൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരിക്കൽ അനസ് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ സെർവന്റ് ആയിരുന്നു, ഖാദിമ, ജോലിക്കാരൻ. അനസ് റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പോയി ചോദിച്ചു, നബിയേ, എനിക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യണേ നബിയേ, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യണേ നബിയേ, ശഫാഅത്ത് ചെയ്യണേ നബിയേ. കുറെ നാളെ ഖിദ്മത്ത്. കാരണം നമ്മളിപ്പോ ആരെങ്കിലുമൊക്കെ വലിയ സമ്പന്നന്മാർക്ക്, പൈസക്കാർക്ക്, മന്ത്രിക്ക്, MLA ക്കൊക്കെ നമ്മ ഖിദ്മത്ത് ചെയ്താണ്. ആ ഹാദിമിന്റെ പേരാണ് PA, പ്രൈവറ്റ് സെക്രട്ടറി എന്നൊക്കെ നമ്മൾ പറയില്ലേ. അവന്റെ PA ആണെന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അദ്ദേഹത്തിന് എവിടെയും കയറിപ്പോ ഈ മന്ത്രി ഇരിക്കുന്ന മുറിയിൽ, രാജാവ് ഇരിക്കുന്ന മുറിയിൽ, പ്രധാനമന്ത്രിയുടെ മുറിയിൽ, മുഖ്യമന്ത്രിയുടെ മുറിയിൽ അദ്ദേഹത്തിന്റെ PAക്ക് അദ്ദേഹത്തിന് കയറിപ്പോകാം. പിന്നെ അദ്ദേഹം പറയുന്നത് പോലെയൊക്കെ കേൾക്കുകയും ചെയ്യും. ചിലപ്പോ ഒഴിവ് കിട്ടുന്ന സമയത്ത്, സാറേ, എന്റെ ഒരു പെങ്ങളുടെ കുട്ടിക്ക് ഒരു ജോലി ശരിയാക്കി തരണേ സാറേ, ആളുടെ അഡ്രസ്സും എല്ലാം കൊണ്ടുവരാം, ശരിയാക്കി തരാം. PA പറഞ്ഞപ്പോ ക്ലിയർ ആയില്ലേ സംഭവം? അതേപോലെ നബിതങ്ങൾക്ക് 10-11 വർഷക്കാലം ഖിദ്മത്ത് ചെയ്ത ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, നബിയേ, മഹ്ശറ വൻസഭയിലേക്ക് ജനങ്ങളെ എല്ലാം കൂട്ടിക്കൊണ്ടുവരുമ്പോ അല്ലാഹുവിന്റെ റസൂലേ, എന്നെ മറന്നു പോകുവോ നബിയേ? എനിക്ക് വേണ്ടി ഒരു ശഫാഅത്ത് ചെയ്യുമോ? നീ ഇപ്പൊ എത്ര വിഷമിക്കേണ്ട കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ ശഫാഅത്ത് ചെയ്യൂലേ. പിന്നെന്താ? അനസേ, ഇങ്ങനെ ഒരു വാക്ക് നമുക്ക് കിട്ടിയിരുന്നെങ്കിലേ, ഇങ്ങനെങ്ങാണ് ഒരു വാക്ക് നബിതങ്ങൾ നമുക്ക് തന്നാൽ നമ്മളെ നാളെ മുതൽ ക്രിക്കറ്റ് കളിക്കാൻ പോയി നിസ്കരിക്കൂല. കാരണം എന്താ? നമുക്ക് അല്ലാഹുവിന്റെ റസൂല് ശഫാഅത്ത് ചെയ്യാമെന്ന് നിയത്ത് ചെയ്തിരിക്കാണ്. ഇനി അതുകൊണ്ട് നമുക്ക് ഇനി നിസ്കാരം ഒന്നും വേണ്ട, ഇനി ക്രിക്കറ്റ് കളി. ഹോളി പോലെ ഉള്ള കളറും വാരിയിട്ട് ഉള്ള ആക്കണ്ടവും ചാലക്കണ്ടവും കോമൂത്രവും വാരി ഒഴിച്ച് സ്കൂളിലൊക്കെ എന്തൊക്കെ ഈ തമ്മാടിത്തരം കാണിക്കുന്ന കുട്ടികൾ, എന്നിട്ട് അടി ഇടി പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങാൻ. പാപ്പായി മക്കൾ എന്താ തെമ്മാടിത്തരങ്ങളാ! എന്റെ പൊന്നു സഹോദര, നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാരെ അടിക്കാൻ പോകുന്ന മക്കൾ, തലതിരിഞ്ഞ സാധനം, വിസ്മയമില്ലാത്ത സൈസുകൾ. ഇതിനെയൊന്നും വിസ്മയമില്ലാതെ ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇങ്ങനത്തെ കോലങ്ങളായി പോയത്. അധ്യാപകന്മാരെ, ഹരീശ്രീ പഠിപ്പിക്കുന്ന അധ്യാപകന്മാരെ, നിനക്ക് എന്ന അക്ഷരം പഠിപ്പിച്ചിരുന്ന അധ്യാപകന്മാരെ അടിക്കാൻ പോവാണ് ഇന്നത്തെയൊക്കെ ദിവസത്തിൽ നമ്മുടെ ഈ നാട്ടിൽ നടന്ന സംഭവങ്ങൾ. എന്തപ്പ ഇത്? എവിടെ ഇവ നന്നാവുന്ന ഈ പറഞ്ഞത്? എന്ത് ഗുരുത്വം വിറ്റ് അപ്പം നിന്നെയൊക്കെ പഠിപ്പിക്കുന്ന സാറന്മാരെ പ്രേമിക്കാണ്. ശിഷ്യം പോയിട്ട് ടീച്ചറെ പ്രേമിക്കുന്നത്. എന്ത് കാലൊക്കെ പടച്ചവരെ, ഇത് എന്ത് കാലപ്പ അബീവേ. ഒരു ചങ്ങാതിയെടുത്ത് ചോദിച്ചും പറയണ കണക്കെന്താ? കണക്ക് സാർ, എന്റെ കണക്ക് സാറ് ഗർഭിണിയായിരുന്നു. ഞങ്ങള് കണക്ക് പഠിക്കുമ്പോ വയറിലോട്ടാണ് നോക്കിക്കൊണ്ടിരുന്നത്, ബോഡി നോക്കാറില്ല. ഒരു ചങ്ങാതി പറയാ, ഒരു സർവ്വസാധാരണമായിട്ട് പറയാ. ടീച്ചർമാരെ എങ്ങനെയാ ഒന്ന് ആലോചിച്ചു. ഇവനെങ്ങനെ ഗുരുത്വം കിട്ടും? എങ്ങനെയാ ഗുരുത്വം കിട്ടുക? ഇവരെ കൊണ്ടുപോയി നമ്മുടെ അധ്യാപകന്മാരെ അറസ്റ്റ് ചെയ്ത് വെക്കുക, റൂമിൽ പൂട്ടിയിടുക. അധ്യാപകന്മാരിരിക്കുന്ന കസേരയില് കോമ്പസ് കൊണ്ട് കുത്തി വെക്കുക. കോമ്പസ് അടിയിലോട്ട് ഇരിക്കും. പെട്ടെന്ന് സാറ് കണക്ക് പഠിപ്പിച്ചു. ചാന്ദ്രയനിലേക്ക് സാർ എത്തി. അവിടെ ബബിൾക്കം തന്നിട്ട് കൊണ്ടുപോയി ഒട്ടിച്ചിരിക്കുക. ബബിൾക്കം മുണ്ടെടുത്തിട്ട് വരുമ്പോ ഒരു മുണ്ട് അതിലായി, ഒരു പീസ് അതിൽ, ഒരു പീസ് കൂട്ടത്തില്. എത്ര തെറിച്ച പിള്ളേര്, അതമില്ലാത്ത പിള്ളേര്.
മദ്രസയിലൊന്നും അതില്ലാത്തത് ഹൈറായി. അതാണ് ആ മദ്രസയിൽ അദബ് പഠിപ്പിക്കുന്നത്. ഉസ്താദന്മാരുടെ കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും ഇതുവരെ ഇല്ല. ഇനി അള്ളാഹു അലം, ഇനി വിസ്മയമില്ലാത്ത കൗമുകളെങ്ങാനും മദ്രസയിൽ വരാൻ തുടങ്ങിയാൽ അവനും ഇതേപോലെയൊക്കെ ചെയ്യും. ഇങ്ക് മഷി കൊടയും, ഇങ്ക് കൊടയും, മഷിപ്പേന സാറന്മാര് ഇങ്ങനെ തിരിഞ്ഞു പോകുമ്പോൾ പുറകിലെ കൊടയും. വീട്ടിൽ പുറയിൽ പോകുമ്പോൾ ഭാര്യ നോക്കുക, അതാ പെങ്ങളുടെ ഉടുപ്പിന്റെ പിന്നാലെ മൊത്തം മഷി. ആ തെറിച്ച പിള്ളേര് ചിലപ്പോൾ ഒഴിച്ചതായിരിക്കും. അങ്ങനെയൊക്കെ സാറന്മാരെ വേദനിപ്പിക്കുന്ന വിദ്യാർത്ഥികള് അതബില്ല, അവർ രക്ഷപ്പെടുകയില്ല. ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ മക്കളൊന്നും ചിന്തിക്കാത്തതെന്ന് ഇതൊക്കെ. എന്തിനാണ് ഈ സ്കൂളിൽ വിടുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി സാറേ പൊരുത്തം വാങ്ങിപ്പോകണം? നമ്മളൊക്കെ ദർസി പഠിക്കുമ്പോൾ, നമ്മളൊക്കെ മുത്തഅല്ലിമായിട്ട് മദ്രസയിൽ നിന്ന് സനത് വാങ്ങുന്ന സമയം 8 വർഷം പഠിച്ചു, 10 വർഷം പഠിച്ചു. ഇന്ന് സനത് വാങ്ങുവാൻ വിഷമാണ്, പ്രയാസമാണ്. ക്ലാസ് ദർസ് പഠിക്കുന്ന സമയത്ത് ഓരോ തൂണിലും ചാരിയിരുന്ന് പഠിച്ച ഓരോ തൂണിന്റെ അരികിൽ പോയി നിന്ന് കരയും. പടച്ചവനെ, ഞാൻ മീസാൻ ഓതിയ സമയത്ത് ഈ തൂണിൽ ചാരിയിരുന്നിട്ടാണ്, ഞാൻ ബുഖാരി ഓതിയ സമയത്ത്, ഞാൻ ജലാലൈനി ഓതിയ സമയത്ത് ഈ ഭിത്തിയിൽ ചാരിയിരുന്നിട്ടാണ് ഞാൻ വിട പറയുകയാണ്, ഞാൻ പോവുകയാണ്, ഞാൻ ഇനി എങ്ങോട്ടാണ്? എന്റെ 7 വർഷം 8 വർഷം കാലയളവിൽ എന്റെ ഇവിടുത്തെ പഠനം എത്ര റാഹത്തായിരുന്നു. എന്റെ ജീവിതം ഒരു മുത്തഅല്ലിമായി, ഒരു സ്റ്റുഡന്റായി, ഒരു വിദ്യാർത്ഥിയായി ഞാൻ ഇവിടെ നടന്നത് എന്ത് സന്തോഷമായിരുന്നു. ഇന്ന് ഞാൻ സനത് വാങ്ങുകയാണ്. ആ സനത് വാങ്ങുന്നതിന്റെ തലേ ദിവസം ഉസ്താദുമാരെ പോയി റൂമിൽ പ്രത്യേകമായി കാണും. അസ്സലാമു അലൈക്കും ഉസ്താദ്, പൊരുത്തം തരണം. 8 വർഷം പഠിപ്പിച്ച ഉസ്താദ് ഒരുപാട് അടിച്ചു കാണും, ഒരുപാട് പട്ടിണി കിട്ടു കാണും, ഒരുപാട് പീഡിപ്പിച്ച് കാണും, വെളിയിൽ ഇറക്കി നിർത്തി കാണും, വെയിൽ കൊള്ളിപ്പിച്ച് കാണും. ഒക്കെ സംഭവിച്ചത് തന്നെ. പക്ഷേ ആ 7ാമത്തെ വർഷം നാളെ സനത് വാങ്ങുമ്പോൾ ഉസ്താദെ മാപ്പ് ചെയ്യണം, ഉസ്താദെ മാപ്പ് ചെയ്യണം. എത്ര ഉസ്താദുമാര് പഠിപ്പിച്ചിട്ടുണ്ട്? ആ ഉസ്താദുമാരോട് പോയി മാപ്പ് ചോദിച്ചിട്ടാണ് പിറ്റേ ദിവസം ആ ഉസ്താദിന്റെ കയ്യിൽ നിന്ന് സനത് വാങ്ങുന്നത്. നീ പോയി ദഅവത്ത് ചെയ്തോ, നീ പോയി ഇമാമത്ത് നിന്നോ, നീ പോയി മുദർരിസായിക്കോ, നീ പോയി മുഅല്ലിമായിക്കോ എന്ന് അവരുടെ മനസ്സുകൊണ്ട് സന്തോഷത്തോടുകൂടി തന്നുവിടുന്ന ആ ഒരു ഷഹാദ, ആ ഒരു സമ്മതപത്രം, ആ ഒരു സർട്ടിഫിക്കറ്റുമായിട്ടാണ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങേണ്ടത്. അതല്ലാതെ നിന്നെ 10ാം ക്ലാസ് വരെ പഠിപ്പിച്ച സാറന്മാരുടെ മേൽ നിങ്ങൾ ആവശ്യമില്ലാത്ത കളറും കോരി ഒഴിച്ച് അവരെ ചെരുപ്പൂരി അടിച്ചിട്ട് ആക്ഷേപിച്ചിട്ട് ആ സാറിന്റെ മനസ്സ് നൊന്താണ് ഈ വിദ്യാർത്ഥി മിത്രങ്ങളെ നിങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതെങ്കിൽ ജീവിതകാലത്തിലൊന്നും നീ ഗുണം പിടിക്കാൻ പോകുന്നില്ല. ജീവിതകാലത്ത് ഗുണം പിടിക്കൂല. അത് ഏത് ഹിന്ദു സാറായാലും ശരി, ക്രിസ്ത്യാനി സാറായാലും ശരി, ഇനി ഏത് സാറായാലും ശരി, മുസ്ലിമായ സാറായാലും ശരി, നിന്നെ പഠിപ്പിച്ച അധ്യാപകന്റെ കാലിൽ വീണ് നീ പൊരുത്തം ചോദിക്കണം. എന്നാലേ നിനക്ക് ഭാവിയിൽ വിജയമുണ്ടാവും. ഇവിടത്തെ സ്കൂളിൽ നടന്ന സംഭവം എന്താ? നമ്മുടെയൊക്കെ സ്കൂളിൽ എന്താ? മുസ്ലിം സ്കൂളിൽ പോലും കഞ്ചാവ് കച്ചവടം, മുസ്ലിം സ്കൂളുകളിൽ പോലും. നമ്മൾ വിശ്വസിച്ച് മുസ്ലിം സ്കൂളിൽ നമ്മുടെ മക്കളെ വിടാൻ പറ്റുമോ? നമ്മുടെ ഇപ്പൊ ഇരുട്ടീച്ച പോയാ അവിടെ ഉണ്ടാ അങ്ങേരെ എന്നോ ഇതെടുത്തിട്ടുണ്ട്. ഇത് തന്നെ സമരം, ഇയാൾക്ക് ഇത് തന്നെ സമരം. ഇപ്പൊ നോക്കിയാൽ ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഒക്കെ ഇത് തന്നെ. അയാൾക്ക് പിന്നെ കഞ്ചാവ് കൊടുക്കാൻ വേണ്ടി പരിശ്രമിക്കും ആൾക്കാർ. കഞ്ചാവിനെതിരെ പടപ്പരുത്. അങ്ങേരെ എങ്ങനെ കഞ്ചാവ് കൊടുത്ത് കിടത്താനുള്ള ഞാൻ നോക്കുന്നത്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഇതിനു വേണ്ടി ശബ്ദിക്കാണ്. ഓരോ സ്ഥലത്ത് ഓരോ ഏരിയയിലും പോകുമ്പോൾ നമ്മുടെ ഉമ്മത്താണ്, നമ്മുടെ മുസ്ലിം ഉമ്മത്തുകളാണ് ഇതിന്റെ പിന്നിൽ അടിമകളായി കഴിയുന്നത്. നമ്മുടെ ചെറുപ്പക്കാരായ കുട്ടികളാണ് ഈ മഹാവിപത്തിനെ തഴുകി തലോടിക്കൊണ്ടിരിക്കുന്നത്. മാതാപിതാക്കൾ ഉണരണം. ഇതൊന്നും വാളുകൊണ്ട് മാത്രം തീരുകയില്ല. അദ്ദേഹം ഇതിനു വേണ്ടി പാടുപെടുകയാണ്. പാപം ഇരട്ടി മുഹമ്മദ് അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. നമുക്കൊക്കെ അദ്ദേഹത്തിന്റെ രൂപവും ശൈലിയും ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ ഒരു ചിരി വരും. പക്ഷെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് ഗദ്ഗതത്തോടുകൂടി ഞാൻ താമസിക്കുന്ന റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഇവിടുത്തെ ഓരോ അവസ്ഥകൾ ശരിയാണ്. ഞാനും മീഡിയയിലൂടെ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ വാക്ക്. ആ സമയത്ത് ഉറക്ക പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്, എനിക്ക് ആരെയും പേടിയില്ല, എന്റെ റബ്ബിനെ അല്ലാതെ എനിക്ക് പേടിയില്ല. മാഷാ അല്ലാഹ്, ആ ഒരു വാക്ക് ഒരു മഹത്തായ ഒരു വാക്കാണ്. അവിടെ അല്ലാഹുവിന്റെ സഹായം ഉണ്ടാകും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഫറോവയും കൂട്ടർ ഓടിച്ചപ്പോൾ പറഞ്ഞ വാക്ക് ഇന്ന റബ്ബി മഈ സയഹ്ദീൻ, എന്റെ റബ്ബി എന്റെ കൂടെ ഉണ്ട്, അല്ലാഹ് എനിക്ക് വഴി കാണിച്ചു തരും. മൂസ വിജയിച്ചു, ഫറോവ പരാജയപ്പെട്ടു. ആ വിജയം, അതാണ് വിജയം. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മളിവിടെ സംരക്ഷിക്കണം, നോക്കണം. സ്കൂളിലേക്ക് രാഷ്ട്ര പരീക്ഷയ്ക്ക് വിടുമ്പോ പറയണം, മോനെ സ്കൂളിൽ പോയി വഴക്കുണ്ടാക്കാനോ പ്രശ്നമുണ്ടാക്കാനോ നിൽക്കരുത്. പരീക്ഷ കഴിഞ്ഞാൽ ഉടനെ നീ വീട്ടിലേക്ക് മടങ്ങി വരണം. സാറന്മാരുടെ പൊരുത്തം വാങ്ങണം. ഇതൊക്കെയാണ് ഉസ്താദുമാരോടുള്ള പൊരുത്തം എന്ന് പറഞ്ഞത്. എന്നാലേ നമുക്ക് ഗുരുത്വം കിട്ടുള്ളൂ. ആ ഗുരുത്വം ഉണ്ടെങ്കിൽ മാത്രമേ ഇതേപോലെ നമുക്ക് ദഅവത്ത് ചെയ്യാനും നമുക്ക് ജനങ്ങളുടെ മുന്നിൽ ഒരു നിലയും ഒരു വിലയും ഉണ്ടാകാൻ ഇതൊക്കെയാണ് ഒരു കാരണം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്
ബഹുമാനമുള്ള സഹോദരങ്ങളെ, 10-40 ദിവസം നമുക്ക് അവധിയുണ്ട്. നമ്മുടെ മക്കളെ ഏതെങ്കിലും ഒരു വെക്കേഷൻ ക്ലാസ് കൊടുത്ത് മദ്രസകളിൽ കൊണ്ട് നമസ്കാരം പഠിപ്പിക്കണേ, ഖുർആൻ പഠിപ്പിക്കണേ, ഹദീസ് പഠിപ്പിക്കണേ, ഇൽമു പഠിപ്പിക്കണേ. ഇൽമു പഠിപ്പിച്ചുകൊണ്ട് അതബുള്ളവരാക്കി മാറ്റണേ. എന്റെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്ത ദുആയാണ് അല്ലാഹുവിന്റെ ദർബാറിൽ സ്വീകാര്യമായത്. അതുകൊണ്ട് നാളെ നമസ്കാരമില്ലാതെ മരണപ്പെട്ടു പോയാൽ ആ ഖബറിൽ കിടന്ന് കാലങ്ങളോളം ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. പടച്ചവൻ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പോ ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, എനിക്ക് വേണ്ടി ശുപാർശ ചെയ്യുമോ നബിയേ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിനക്ക് വേണ്ടി ഞാൻ ശഫാഅത്ത് ചെയ്യാം. ബഹുമാനപ്പെട്ട അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു കേട്ടിട്ട് പുറകോട്ട് പോയില്ല. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു വീണ്ടും ചോദിക്കുകയാണ്, ഐന തുലുബുക യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ റസൂലേ, നാളെ മഹാസമ്മേളനമാണ്, മഹ്ശറ വൻസഭ. ഈ ലോകത്തെ കോടാനുകോടി ജനങ്ങളെയും മൃഗങ്ങളെയും പക്ഷിപർവാദികളെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മഹാസമ്മേളന നഗരയിൽ ഐന അത്ലുബുക യാ റസൂലല്ലാഹ്, ഐന അത്ലുബുക യാ റസൂലല്ലാഹ്? അങ്ങയെ ഞാൻ എവിടെയാണ് അന്വേഷിക്കുക നബിയെ? എവിടെയാണ് അന്വേഷിക്കുക നബിയെ? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, അനസേ ഉത്ലുബ്നി അവല മാ തത്ലുബ്നി ഇൻദ സിറാത്ത്. ആദ്യമായി നീ എന്നെ അന്വേഷിക്കേണ്ട സ്ഥലം സിറാത്തിന്റെ ഓരത്താണ് അനസേ. എന്റെ ഉമ്മത്തികളെ സിറാത്ത് എന്ന പാലത്തിലൂടെ കയറുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാകും. അല്ലാഹുവിനോട് ഞാൻ ദുആ ചെയ്യും, പടച്ചവനെ, അല്ലാഹുമ്മ സബ്ബിത് അഖ്ദാമ ഉമ്മത്തി അല സിറാത്തിൽ മുസ്തഖീം. അല്ലാഹുവേ, എന്റെ ഉമ്മത്തികളുടെ സിറാത്ത് എന്ന പാലത്തിലൂടെ എന്റെ ഉമ്മത്തികളുടെ പാദങ്ങൾ എടുത്തു വെക്കുന്ന സമയത്ത് എന്റെ ഉമ്മത്തികളെ നീ വഴുതി വീണ് നരകത്തിന്റെ അടിത്തട്ടിലേക്ക് തള്ളിയിടരുതേ പടച്ചവനെ. എന്റെ ഉമ്മത്തികളുടെ പാദത്തെ നീ സിറാത്ത് എന്ന പാലത്തിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാഹ്.